ബയോളജിയാണ് നമ്മുടെ വിഷയം. ഒന്നാമത്തെ പാഠം. നിങ്ങളെല്ലാം ബയോളജി ക്ലാസ്സുകൾ ഇപ്പോൾ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളെല്ലാം കണ്ടു കാണും. നമ്മുടെ ബയോളജിയുടെ ക്ലാസ്സുകൾ ഏതാണ്ട് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് നോട്ട്സുകളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ കൃത്യമായി നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു. ഈ ആഴ്ച നമ്മുടെ ക്ലാസ് തുടങ്ങിയാണ്. ഇനി എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി ഉണ്ടാവും. നമ്മൾ ക്ലാസ്സുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും എന്തെങ്കിലും സംശയങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കുകയും അങ്ങനെ ക്ലാസ്സുകൾ കൃത്യമായി മനസ്സിലാക്കി നമുക്ക് ഓരോ ഭാഗങ്ങളെ കുറിച്ചും വളരെ വിശദമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാം. നമുക്ക് ഈ നമ്മുടെ ഒന്നാമത്തെ പാഠം പഠിക്കാനുള്ളത് എന്ന് പറയപ്പെടുന്നത് ലൈഫ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്നാണ്. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം. അപ്പം നമുക്കറിയാം, നിങ്ങൾ പുസ്തകം എടുത്ത് നന്നായി പുസ്തകം എടുത്ത് വെച്ച് നിങ്ങളുടെ ഒന്നാമത്തെ പാഠം നിങ്ങൾ ഒന്ന് നോക്കിക്കാണും. ആ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കുട്ടി മൈക്രോസ്കോപ്പിലൂടെ എന്തോ നോക്കുന്നു, ഒരു കുട്ടി അതിനനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ടീച്ചർ തൊട്ടപ്പുറത്തേക്ക് ഒരു ബയോളജി ക്ലാസ് ആണ് അവിടെ. ബാക്കി കുട്ടികളെല്ലാം അത് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. അതിൽ നമുക്ക് ലൈഫ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, ഒരു കുഞ്ഞറയ്ക്കുള്ളിലെ ഒരു കുഞ്ഞറയാണ്. ആ അറയ്ക്കുള്ളിലെ ജീവരഹസ്യം. നമുക്ക് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന് പറയപ്പെടുമ്പോൾ അതിനെ വലുതാക്കി നമുക്ക് ഭൂമിയിലെ ജീവരഹസ്യം അല്ലെങ്കിൽ ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം ആദ്യമായി മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ 7ാം ക്ലാസ്സുകളിലെല്ലാം സോഷ്യൽ സ്റ്റഡി, അതായത് നമുക്ക് സയൻസ് എന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകമായിട്ടാണ് നിങ്ങൾ പഠിച്ചത്. ബയോളജി എന്ന് പറയപ്പെടുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ഈ 8ാം ക്ലാസ് മുതലാണ് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. 8ാം ക്ലാസ് മുതലാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾ 3 ഭാഗങ്ങളായിട്ടാണ് പുസ്തകത്തിൽ തരംതിരിച്ചിട്ടുള്ളത്. 1 ബയോളജി, 2 കെമിസ്ട്രി, 3 ഫിസിക്സ്. ഈ 3 ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് തരംതിരിച്ച് നിങ്ങൾ പഠിക്കുന്നത് ബയോളജി ഓരോന്നിൻ്റെയും. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ 9ാം ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് പുസ്തകമാണ്. 10ാം ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1 വരുമ്പോൾ തന്നെ ബയോളജി 2 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. അതായത് നിങ്ങളൊരു സെപ്പറേറ്റ് ചെയ്തുള്ള ഒരു പഠനത്തിലേക്ക് പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും 7ാം ക്ലാസ് വരെ നിങ്ങൾ എങ്ങനെ പഠിച്ചു വന്നു അതെല്ലാം നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള പഠനമാണ്. അതിൽ ബയോളജി എന്ന് പറയപ്പെടുന്ന ഒരു സയൻസിന്റെ ശാഖയെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ ബയോളജിയെ കുറിച്ച് പഠിക്കുമ്പോൾ ബയോളജി വളരെ ഓരോന്നിനും കുറിച്ച്, ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച്, അടിസ്ഥാന ധർമ്മങ്ങളെ കുറിച്ചാണ്, അടിസ്ഥാനപരമായ പഠനമാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ പഠനം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നവർക്ക്, നന്നായി മനസ്സിലാക്കുന്നവർക്ക് തുടർന്ന് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമുള്ള ക്ലാസ്സിൽ വളരെ കൃത്യമായി പഠിച്ചു പോകുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും എളുപ്പമായിരിക്കും. വളരെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പോകാനും നിങ്ങളുടെ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിലേക്കുള്ള ഉയർച്ചയിൽ പഠനത്തിൽ നിങ്ങളെ ഒരുപാട് അത് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ബയോളജിക്ക് ഒരു ചെറിയ ലെക്ചർ നോട്ട് ക്ലാസ്സിൽ കാര്യങ്ങൾ പറയുകയും അത് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഒരു ബുക്ക് എടുക്കുക, പഠനങ്ങൾ വരച്ച് പഠിക്കുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ആ മനസ്സിലാക്കി മുന്നോട്ട് പഠിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ബയോളജി എന്ന് പറയപ്പെടുമ്പോൾ സ്റ്റഡി ഓഫ് ലൈഫ്, ജീവനെ കുറിച്ചുള്ള പഠനമാണ്. സ്റ്റഡി ഓഫ് ലൈഫാണ്, ജീവനെ കുറിച്ചുള്ള പഠനമാണ്. സ്റ്റഡി ഓഫ് ലൈഫ് ജീവനെ കുറിച്ചുള്ള പഠനമാണ്. ജീവനെ കുറിച്ചുള്ള പഠനമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ജീവനെ കുറിച്ചുള്ള എങ്ങനെ സ്റ്റഡി ഓഫ് ലൈഫ്, ജീവനാണ്. ബയോ മീൻസ് ലൈഫ്, ബയോളജി മീൻസ് സ്റ്റഡി, ജീവനെ കുറിച്ചുള്ള പഠനം. അന്നേരം ബയോളജി, ബയോ മീൻസ് ലൈഫ്, ഓളജി മീൻസ് സ്റ്റഡി. ജീവനെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി എന്ന് പറയുന്നത്. അന്നേരം ഞാൻ ഇതിന് ജനറൽ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു 8ാം ക്ലാസ് ബയോളജിയിൽ കടക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പാഠത്തിലേക്ക് നമുക്ക് പോയാൽ അതിന് ജനറൽ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയുന്നത്. ബയോളജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സയൻസിന്റെ ഭാഗമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കുന്നതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പഠിക്കുന്നതിന് നമുക്കറിയാം ഇന്ന് നമ്മളെ കുറിച്ചുള്ള ജീവനെ കുറിച്ചുള്ള പഠനമാണ്, ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ബയോളജി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠനമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും ബയോളജി എന്ന് പറയുന്നത്. കാരണം നമ്മളെ കുറിച്ചും നമ്മുടെ ജീവജാലങ്ങളെ കുറിച്ചും നമ്മുടെ
നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളുടെയും പ്രവർത്തനങ്ങളും അവയുടെ ആവാസവ്യവസ്ഥയും അവയുടെ ഇന്ററാക്ഷനും ഓരോ ജീവിയുടെയും അവയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശാലമായ ഒരു ശാസ്ത്രശാഖയാണ്. ഇതിൽ നിന്നാണ് എല്ലാം ആവിർഭവിക്കുന്നത്. എല്ലാ രോഗങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ജീവനെ കുറിച്ചുള്ള പഠനമാണ്. അതാണ് ബയോളജി എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ബയോളജി എന്ന് പറയപ്പെടുന്നതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയപ്പെടുന്നത് ലൈഫ് മിസ്റ്റീരിയസ് mysterious in little chambers. ലൈഫ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചേംബർ എന്ന് പറയപ്പെടുന്നതാണ് കുഞ്ഞറയ്ക്കുള്ളിലെ രഹസ്യം. ഇൻ ലിറ്റിൽ ചേംബേഴ്സ്, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം. അതാണ് നമുക്ക് ഈ ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പാഠത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ ആ പാഠത്തിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടിയെ എന്തിലൂടെയോ നമ്മൾ നോക്കുന്നു. നിങ്ങൾക്കറിയാം, ലാബുകൾ, നമ്മൾ ലാബൊക്കെ ബയോളജിക്കലൊക്കെ ഇതിന് പരീക്ഷ നടത്തുമ്പോൾ നമ്മൾ ലാബുകൾ മറ്റുള്ളവരെയാണ് കാണുന്നത്. അപ്പോൾ ലാബുകളൊക്കെ ഉണ്ട്. ആ ലാബുകളിലൊക്കെ നിങ്ങൾ പോയി പരിശോധിച്ചാൽ ടീച്ചർ എന്തോ കൊണ്ടുവന്ന ക്ലാസ്സിൽ വെക്കുകയാണ്. ആ ക്ലാസ്സിൽ ടീച്ചർ കൊണ്ടുവന്ന് അത് എടുത്ത് വെച്ചിട്ട് ഒരു സാധനം ഇങ്ങനെ കറണ്ട് സാധനം കൊണ്ടുവന്ന് വെച്ച് നോക്കി അതിലൂടെ നോക്കാൻ പറയുന്നു. നോക്കിയപ്പോൾ കുട്ടികൾക്ക് വളരെ ആകാംക്ഷയായി, ഇത് എന്താണ് സാധനം, ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ നമുക്ക് അതിലേക്ക് പോയപ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. നമുക്കിവിടെ കുട്ടി ഇവിടെ ഒരു നോക്കിയപ്പോൾ ഇവിടെ ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. മൈക്രോസ്കോപ്പ് എന്താണ്? മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ, മൈക്രോസ്കോപ്പ് എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം, വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഉപകരണമാണ് എന്തെന്ന് പറയപ്പെടുന്നത്, മൈക്രോസ്കോപ്പ് എന്ന് പറയപ്പെടുന്നത്. വസ്തുക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടി, ഇരട്ടിയായിട്ട് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയപ്പെടുന്നത്. വസ്തുക്കളെ ഒബ്ജക്റ്റീവിനെ വലുതായി കാണിക്കപ്പെടുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു മൈക്രോസ്കോപ്പ് എങ്ങനെയാണ്, എന്താണ് അവയുടെ പ്രവർത്തനം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയപ്പെടുന്നത് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഇതിന് ഏറ്റവും മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഐ പീസ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനം കാണപ്പെടാറുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്ത് കണ്ടിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് നിങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ട് താഴെ ഇവിടെ ഒരു 4 ചക്രങ്ങൾ കാണപ്പെടാറുണ്ട്. അതെന്താണെന്നും നമുക്ക് പറയണം. ഇവിടെ ഒരു 3 സൈഡ് ആയിട്ടുള്ള 3 എണ്ണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഒരു ഭാഗം കാണപ്പെടാറുണ്ട്. കണ്ടില്ലേ, ഒരു സ്റ്റേജ് ഫോം. അതിന്റെ മുകൾ ഭാഗത്ത് 3-4 ക്ലിപ്പുകൾ കാണപ്പെടാറുണ്ട്. ഇതിന് താഴെയായിട്ട് കണ്ടൻസറും ഒരു ഡയഫ്രോം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സാധനം കാണപ്പെടാറുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടാറുണ്ട്. ഇനി ഇതിന്റെ അതിന്റെ തൊട്ട് താഴെയായി ഇവിടെ കണ്ടില്ലേ, പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ലെൻസുള്ള ഒരു മുകൾ ഭാഗത്ത് താഴെ ഭാഗത്തും ലെൻസുകളുള്ള, അതായത് ബൈകോൺകേവ് ലെൻസും ഒരു സർഫസ് ഒരു പരന്ന ലെൻസുമുള്ള ഒരു ഭാഗം ഇവിടെ കാണപ്പെടാറുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഒരു മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. മൈക്രോസ്കോപ്പ് നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അതിന് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത്, ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഐ പീസ് എന്ന് പറയപ്പെടുന്ന മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. ഐ പീസ് എന്ന് പറയപ്പെടുന്ന ഭാഗം, ഇതിലൂടെയാണ് നമ്മൾ വസ്തുക്കളെ നോക്കുന്നത്. നമുക്കറിയാം, നമുക്ക് അത്ര ആ ഒരു കണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാം. ഐ പീസ് എന്ന് പറയപ്പെടുന്ന സാധനം, ഇതിലൂടെയാണ് നമ്മൾ വസ്തുക്കളെ നോക്കുന്നത്. ഐ പീസ് എന്ന് പറയുന്ന സാധനം ലെൻസിലൂടെയാണ്. ഇനി അടുത്ത ഇവിടെ നോബ് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ കാണപ്പെടാറുണ്ട്. കണ്ടില്ലേ, നോബ്, ചക്രങ്ങൾ. ഇവിടെ ഒരു 3-4 ചക്രങ്ങൾ ഇട്ട് അഡ്ജസ്റ്റ്, നമുക്ക് ഈ ഐ പീസ് ഈ ഭാഗങ്ങൾ, ഈ ലെൻസിന്റെ ഭാഗങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഐ പീസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ഭാഗം അഡ്ജസ്റ്റ് ഐ പീസ്. നോബ് എന്ന് പറയപ്പെടുന്ന ചക്രങ്ങൾ കാണപ്പെടാറുണ്ട്. നോബ് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ കാണപ്പെടാറുണ്ട്. നോബ്, അതായത് ഇത് ഐ പീസ് എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ്.
ഇനി ഇവിടെ ഒരു ഭാഗം കാണപ്പെടാറുണ്ട്, ഒരു പരന്ന ഭാഗം, പ്രതലം, സ്റ്റേജ്. ഇതിന് നമ്മൾ സ്റ്റേജ് എന്നാണ് പറയപ്പെടുന്നത്, സ്റ്റേജ് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് നമ്മൾ ക്ലിപ്പ്, അതിന് 2 ക്ലിപ്പുകൾ കാണപ്പെടാറുണ്ട്, ഒരു 3, 4, 5 അഞ്ചാമത്തെ ഭാഗമായിട്ട് 1, 2 നമുക്ക് അടുത്ത ഭാഗം എന്ന് പറയപ്പെടുന്നത് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസുകൾ. ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസുകൾ കാണപ്പെടാറുണ്ട്, സ്റ്റേജ് കാണപ്പെടാറുണ്ട്, അതിന് ക്ലിപ്പുകൾ കാണപ്പെടാറുണ്ട്, ക്ലിപ്സ് കാണപ്പെടും. സ്റ്റേജിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കണ്ടൻസർ, ടു ഫോക്കസ് ദി ലൈറ്റ് ടു ദ ഒബ്ജക്റ്റ്. അതായത് നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് പ്രകാശത്തെ ഫോക്കസ് ചെയ്യാൻ കഴിവുള്ള കണ്ടൻസർ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം ഇവിടെ കാണപ്പെടാറുണ്ട്. കണ്ടൻസർ അതാണ് ഇതിന്റെ അടിഭാഗത്ത്, സ്റ്റേജിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന ഇതിന് കണ്ടൻസർ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ അടിഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡയഫ്രം എന്ന് പറയപ്പെടുന്നുണ്ട്. ടു പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി, തീവ്രത ക്രമീകരിക്കാൻ, പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി, തീവ്രത ക്രമീകരിക്കാൻ വേണ്ടി, ടു റെഗുലേറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. റെഗുലേറ്റ് നിയന്ത്രിക്കുക, ക്രമീകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ ഇന്റൻസിറ്റി ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡയഫ്രം കണ്ടൻസറിന്റെ അടിഭാഗത്തായിട്ട് കാണപ്പെടാറുണ്ട്. കണ്ടൻസർ എന്ന് പറയപ്പെടുന്നത് ടു ഫോക്കസ് ദ ലൈറ്റിനെ ടു ദ ഒബ്ജക്റ്റിലേക്ക്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേജിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്ലൈഡിൽ വെച്ചിരിക്കുന്ന സാധനമാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ കഴിവുള്ള കണ്ടൻസറും അതിനൊരു ഡയഫ്രം എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം കൂടെ, ഡയഫ്രം എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ട് കൂടെ നമുക്ക് കാണപ്പെടുന്നുണ്ട്. അടുത്ത ഭാഗമാണ് മിറർ എന്ന് പറയപ്പെടുന്നത്. മിറർ ഉണ്ട്. എന്താണ് മിറർ? പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ, ടു റിഫ്ലക്ട് ദ ലൈറ്റ്, ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഒരു മിറർ എന്ന് പറയപ്പെടുന്ന ഭാഗം കാണപ്പെടുന്നുണ്ട്. സോ ദീസ് ആർ ദി പാർട്ട് ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്കറിയാം അത് കോൺകേവ് ഭാഗമുണ്ട്, ഒരു എന്ത് ചെയ്യുന്നുണ്ട്, പ്ലെയിൻ മിററുണ്ട്. അവിടെ ഒരു പ്ലെയിൻ മിററും ഉണ്ട്, ഒരു കോൺകേവ് ആയിട്ടുള്ള കൃത്രിമ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനും, പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനും കൃത്യമായി പ്രകാശത്തെ നമുക്ക് ഫോക്കസ് ചെയ്യാനും ഒരു പ്ലെയിൻ മിററും ഒരു കോൺകേവ് മിററും ഇവിടെ കാണപ്പെടാറുണ്ട്. ഒരു പ്ലെയിൻ മിററും ഉണ്ട്, ഒരു കോൺകേവ് മിററും ഉണ്ട്. ഇവിടെ മിറർ കാണപ്പെടാറുണ്ട് ഏറ്റവും അടിഭാഗത്തായിട്ട്. അന്നേരം നമ്മൾ ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. വസ്തുക്കളെ ഇരട്ടിയായി കാണുന്നതിന്, വലിപ്പത്തിൽ കാണുന്നതിന് വേണ്ടിയാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ഒബ്ജക്റ്റീവ്സ് ലാർജ്, വലിപ്പത്തിൽ ഇരട്ടിയായി കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിന് IPS എന്ന് പറയുന്ന ഒരു ഭാഗം കാണപ്പെടാറുണ്ട്. IPSന് ക്രമീകരിക്കപ്പെടുന്ന ചക്രങ്ങൾ, നോബുകൾ കാണപ്പെടാറുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയപ്പെടുന്നത് 10x 4 ഇങ്ങനെ അവരുടെ ഇതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ് അവരുടെ പിന്നെ ഒരു ലെൻസിന്റെ അവരുടെ ഒരു അളവ് 45x, 10x, 45x എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് ഓരോന്നിന്റെയും അളവ് ക്രമീകരിക്കുന്നതിന് ആ ലെൻസിൽ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ലെൻസുകളുണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് എന്ന് പറയപ്പെടുന്ന ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അടിഭാഗത്തായിട്ട് സ്റ്റേജ് കാണപ്പെടാറുണ്ട്. സ്റ്റേജിന്റെ വശങ്ങളിലായിട്ട് ക്ലിപ്പുകൾ കാണാം. സ്റ്റേജിന്റെ സൈഡ് വശത്തായിട്ട് ഒബ്ജക്റ്റിനെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ക്ലിപ്പുകൾ കാണപ്പെടാറുണ്ട്. താഴെ കണ്ടൻസർ കാണപ്പെടാറുണ്ട്. കണ്ടൻസറിന്റെ അടിഭാഗത്ത് ഡയഫ്രം കാണപ്പെടാറുണ്ട്. ഡയഫ്രത്തിന് തൊട്ടടിയായിട്ട് റിഫ്ലക്റ്റിംഗ് ലൈറ്റ്, പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി റിഫ്ലക്റ്റിംഗ് ലൈറ്റ് കാണപ്പെടാറുണ്ട്. സോ ദീസ് ആർ ദി പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ്. ഇത് മൈക്രോസ്കോപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഇവിടെ പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇപ്പൊ കണ്ടൻസർ എന്താണ്? കണ്ടൻസർ വാട്ട് ഈസ്, ഹൗ യു ക്യാൻ സി, അല്ലെങ്കിൽ വേർ ഈസ് കണ്ടൻസർ ഈസ് സിറ്റുവേറ്റഡ്, എവിടെ കണ്ടൻസർ സിറ്റുവേറ്റഡ്? ബിഹൈൻഡ് ദി സ്റ്റേജ്. സ്റ്റേജിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടാറുണ്ട്. ടു റിഫ്ലക്റ്റിംഗ് ലൈറ്റ് ടു ദ ഒബ്ജക്റ്റിലേക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. മിറർ ടു റിഫ്ലക്റ്റിംഗ് ലൈറ്റിനെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി, പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണ് മിറർ എന്ന് പറയപ്പെടുന്നത്. സ്റ്റേജ് ക്ലിപ്പ് ഉണ്ട്, ഇവിടെ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഇവിടെ നോബ് ഉണ്ട്, IPS ഉണ്ട്. സോ മൈക്രോസ്കോപ്പിനെ കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. വളരെ കൃത്യമായി മൈക്രോസ്കോപ്പിന് എന്തെങ്കിലും സംശയങ്ങൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി നമുക്ക് അടുത്ത ഇതിന്റെ മൈക്രോസ്കോപ്പിന്റെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകളുണ്ട്. ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പിന്നെ ഇതിന്റെ സ്ട്രക്ചർ, ഇതിന്റെ സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ നോക്കുന്ന കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.